ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡ് സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലെയുള്ളൊരു കിഡിലൻ ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സ്പെൻസീവായിട്ട് ഒരു സാധനവും ഇല്ല. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഓലയില്ലേ, ഉണക്ക ഓല, ആ ഒരു ഉണക്ക ഓല വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു കിഡിലൻ ബോട്ടിൽ ആർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്നുള്ള വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ പുതുതായിട്ടാണ് എനിക്ക് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടെ പ്രസ് ചെയ്താൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. വാ ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുക്കാൻ പോകുന്നത് കുറച്ച് നല്ല ഉണങ്ങിയ ഓലയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തൊടിയിൽ നിന്ന് കുറച്ച് ഓലയൊക്കെ പെറുക്കിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് അതിന് ഒരു 2-3 പീസ് ഓല ഇങ്ങനെ എടുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ പീസിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതിലത്തെ ഇറുക്കിലേക്കൊന്ന് ഇതുപോലെ എടുത്ത് മാറ്റണം. കാരണം ഇറുക്കിലൊന്നും നമുക്ക് ആവശ്യമില്ല, അതുപോലെ ചൂല വല്ലതൊക്കെ ഉണ്ടാക്കാൻ എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള വല്ല കത്രികയോ ബ്ലേഡോ കത്തിയോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഈ ഒരു അറ്റം നമുക്ക് ആവശ്യമില്ല, അത് വെട്ടിക്കളയാം. അതിനുശേഷം നമ്മുടെ ഏകദേശം ചെറുവിരലിൻ്റെ അളവിലാണ് നമ്മൾ വെട്ടിയെടുക്കാൻ പോകുന്നത് കേട്ടോ. അങ്ങനത്തെ പീസസ് നമ്മളെ കൊണ്ട് പറ്റണ അത്രയും പീസസ് നമ്മൾ ഇതുപോലെ വെട്ടിക്കൊണ്ടേ ഇരിക്കുക. കാരണം നമുക്ക് മുകളിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ് ഈ സാധനം. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രത്തോളം വെട്ടാൻ പറ്റുമോ അത്രത്തോളം വെട്ടാം, ഒരു കുഴപ്പമില്ല. നമ്മൾ ഇത് അളവ് വെച്ചിട്ട് ഏകദേശം ഇത്രത്തോളം വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഒരു വിളക്ക് കൊളത്തി വെച്ചിരിക്കുകയാണ്. വിളക്കുകൊണ്ട് ആരും പേടിക്കൊന്നും വേണ്ട. നിങ്ങളുടെ കയ്യിൽ മെഴുകുതിരി എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതിങ്ങനെ കൊളത്തി വയ്ക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ മെഴുകുതിരി കണ്ടില്ല, അതുകൊണ്ടാണ് ഈ ഒരു വിളക്കെടുത്ത് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് ഈ ഒരു പീസസിനൊക്കെ ഉണ്ടല്ലോ, ഇതുപോലെ നമ്മൾ ചെറുതായി ഒന്ന് കരിക്കണം അറ്റം. അപ്പോൾ അറ്റം കരിച്ചെടുക്കാനേ പാടുള്ളൂ, കത്തിച്ച് കളയാൻ പാടില്ല കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഇതുപോലെ എല്ലാ അറ്റവും ഒന്ന് കരിച്ചെടുക്കുക നമ്മൾ. ഇതെന്തിനാണെന്ന് വെച്ചാൽ കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ഇത് മൊത്തമായിട്ട് ഒട്ടിച്ച് വരുമ്പോൾ. അതിനാണ് നമ്മൾ ഇതുപോലെ ചെറുതായി ഒന്ന് കരിച്ചെടുക്കുന്നത് കേട്ടോ. അറ്റം മാത്രം കുട്ടികളൊക്കെ ചെയ്യണമെങ്കിൽ കൈയൊന്നും പൊള്ളാതെ സൂക്ഷിക്കുക. അറ്റം മാത്രം ചെറുതായി ഒന്ന് കരിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഏകദേശം ഇത്രയും പീസസ് ഇതുപോലെ കത്തിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ സംഭവമായ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിൽ ഒട്ടിക്കാനുള്ള പശ ഫെവി ബോണ്ടാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം ഫെവി ബോണ്ട് വെച്ച് ഇതൊന്ന് ഒട്ടിച്ച് നോക്കാം, എത്രത്തോളം ഒട്ടുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കണമല്ലോ. അപ്പോൾ ആദ്യം ഇത് വെച്ചിട്ടാണ് നമ്മൾ പരീക്ഷിക്കാൻ പോകുന്നത്. ഫെവി ബോണ്ട് വെച്ചിട്ട് നമ്മുടെ ഈ പീസസൊക്കെ ഇതിൻ്റെ മുകളിലോട്ട് വൃത്തിയായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫെവി ബോണ്ട് എന്തിനാണ് യൂസ് ചെയ്യുക സാധാരണ എന്ന്. നമ്മുടെ ട്യൂബൊക്കെ ഒട്ടിക്കാനാണ് ഫെവി ബോണ്ട് മെയിനായിട്ട് യൂസ് ചെയ്യാറ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും. കാരണം ഇത് രണ്ടും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സർഫസ് ആണല്ലോ, അതുകൊണ്ട് ഒട്ടാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ. നമുക്ക് ഏകദേശം കഷ്ടപ്പെട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, ഒരു 5 മിനിറ്റ് എടുത്തിട്ട്. അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോണത് കുറച്ച് ഫെവിക്വിക്ക് എടുത്തിട്ടാട്ടോ ഒട്ടിച്ച് നോക്കാൻ പോണത്. കാരണം ഫെവിക്വിക്ക് ആകുമ്പോൾ നമുക്ക് എന്തായാലും അറിയാം ഏകദേശം ഒരു 5 സെക്കൻഡ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഒട്ടാൻ, അത്രയും പെട്ടെന്ന് ഒട്ടുന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ഫെവിക്വിക്ക് വെച്ചിട്ടാണ് ബാക്കി പീസൊക്കെ ഒട്ടിച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഫെവിക്വിക്ക് തേക്കുന്നു, ഇതുപോലെ ഒട്ടിക്കുന്നു. ഏകദേശം ഒരു 5 സെക്കൻഡൊക്കെ ഒന്ന് പിടിച്ചു വെച്ചാൽ മതി, കറക്റ്റായിട്ട് പെട്ടെന്ന് ഒട്ടിക്കിട്ടും നമുക്ക്. അപ്പോൾ നമ്മൾ മെല്ലെ പതുക്കെ ഇനി ഒന്ന് വിട്ട് നോക്കാം. പതുക്കെ കൈയെടുത്തപ്പോൾ കണ്ടോ നല്ല വൃത്തിയായി ഒട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അധികം ഗ്യാപ്പ് ഒന്നും വിടാതെ തന്നെ മുകളിലായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ മാക്സിമം ലെയേഴ്സ് നമുക്ക് മുകളിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഏകദേശം 2 ലെയർ ഫുള്ളാക്കിയിരിക്കുക കേട്ടോ. 3ാമത്തെ ലെയർ കൂടെ നമ്മൾ ഫെവിക്വിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ അധികം ടൈമൊന്നും എടുക്കില്ല കേട്ടോ ഫെവിക്വിക്ക് യൂസ് ചെയ്യുമ്പോൾ. എന്നാൽ കൂടെ നിങ്ങൾ മാക്സിമം ടൈം എടുത്ത് പതുക്കെ ഒട്ടിച്ചാൽ മതി കേട്ടോ. കാരണം നമുക്ക് ഒരു ധൃതിയില്ല, പതുക്കെ ഇത് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ പതുക്കെ നമുക്കിത് വൃത്തിയായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. മൊത്തമായിട്ട് കണ്ടോ നല്ല വൃത്തിയില്ലേ കാണുമ്പോൾ തന്നെ. അപ്പോൾ ഇതുപോലെ നമുക്കിനി മൊത്തമായിട്ടൊന്ന് കവർ ചെയ്യാം. അപ്പം അങ്ങനെ നമ്മളെല്ലാം കവർ ചെയ്ത് നമ്മുടെ അവസാനത്തെ ആണിയാണ് കേട്ടോ അത് അടിക്കാൻ പോണത്. അതായത് അവസാനത്തെ പീസാണ് നമ്മൾ ഒട്ടിക്കാൻ പോണത്. അപ്പം അതുകൂടെ നന്നായിട്ട് പശയൊക്കെ തേച്ചിട്ട് നമുക്ക് ലാസ്റ്റ് പീസ് കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം വാഴയുടെ ഭാഗത്തായിട്ട് ലാസ്റ്റ് പീസാണ് നമ്മൾ ഒട്ടിക്കണത്. അപ്പോൾ അത് നല്ല ടൈറ്റായിട്ട് തന്നെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ ഒരു 5 സെക്കൻഡ് പിടിച്ചാൽ മതി കേട്ടോ, പെട്ടെന്ന് ഒട്ടിക്കിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കണ്ടോ നല്ല വൃത്തിയില്ലേ കാണുമ്പോൾ തന്നെ നല്ല ഫിനിഷിംഗ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. മുകളിലായിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് മൊത്തമായിട്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഒരു കയറെടുക്കുക. ഇപ്പോൾ ഇതേ ടൈപ്പ് കയറിന് വേണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് കിട്ടണ കയറെടുക്കാം. ഇനിയിപ്പോൾ പ്ലാസ്റ്റിക് കയറാണെങ്കിലും ശരി എന്ത് കയറാണെങ്കിലും ശരി ഇതുപോലെ എടുത്തിട്ട് നമ്മൾ കുറച്ചുകൂടെ ഫെവിക്വിക്കാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഏകദേശം ഈ വായ ഭാഗത്തായിട്ട് നമ്മൾ ഫസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാൻ പോകാം കേട്ടോ. ആവശ്യത്തിന് നന്നായിട്ട് അങ്ങോട്ട് തേച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ഈ കയറിൻ്റെ ഒരറ്റം ഈ ഭാഗത്തോട്ട് വെച്ചിട്ട് നമുക്കിതുപോലെ ചുറ്റി എടുക്കണം. അപ്പം മാക്സിമം ടൈറ്റായി ചുറ്റിയിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഇവിടുന്ന് തന്നെ ചുറ്റണം എന്നൊന്നും ഒരു നിർബന്ധമില്ല, എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തോന്നി ഇത് നല്ല ഭംഗി ഉണ്ടാവും എന്ന് തോന്നി ഇവിടുന്ന് ഒട്ടിക്കുമ്പോൾ,
അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്ത് കേട്ടോ. നല്ല വൃത്തിയായിട്ട് ചെയ്യുക, പതുക്കെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഏകദേശം ഇങ്ങനെ ടൈറ്റായി ചുറ്റി നല്ല വൃത്തിയാവണ പോലെ ചുറ്റാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈപ്പ് ഒട്ടിക്കുകയാണെങ്കിൽ ടൈപ്പ് ഒട്ടിക്കാം കേട്ടോ. ഇൻസുലേഷൻ ടൈപ്പോ വല്ലതും ഉണ്ടെങ്കിൽ നല്ല കളറിലുണ്ടെങ്കിൽ അത് ഒട്ടിച്ചാലും മതി. അപ്പം അങ്ങനെ ഏകദേശം നല്ലൊരു ഫിനിഷിംഗ് ഒക്കെ നമ്മൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ, കറക്റ്റായി ഒട്ടിച്ചിട്ട്. അതിനുശേഷം ഈ ഒരു അറ്റം കൂടെ വെട്ടിക്കളയുക, കാരണം അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഈ ഒരു അറ്റം വെട്ടിയിട്ട് കുറച്ച് പശ കൂടെ തേച്ചിട്ട് ഒന്ന് കറക്റ്റായി ഫിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഏകദേശം കാണാൻ നല്ല ഭംഗിയാക്കിയില്ലേ, നല്ല വൃത്തിയായിട്ടിരിക്കുന്നുണ്ട് കണ്ടോ. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ലാസ്റ്റ് ഫിനിഷിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ ഫിനിഷ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്നത് എന്താണെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് പോളിഷാണ് കേട്ടോ. അപ്പോൾ ഇത് വാർണിഷ് എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടില്ലേ. അപ്പോൾ നമ്മുടെ വീട് പണിക്ക് ഏകദേശം ഈ ഒരു അടുത്ത് കൊണ്ടുവന്നിട്ട് ഒരു ബാക്കി വന്നപ്പോൾ വെച്ചിട്ട് പോയതാണ് സംഭവം. അപ്പോൾ അതാണ് നമ്മളെടുത്ത് അടിക്കാൻ പോകുന്നത് കേട്ടോ. നമുക്ക് അതെടുത്തിട്ട് നല്ലപോലെ ഒരു 2 കോട്ട് നല്ല വൃത്തിയായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വാർണിഷ് ഇല്ല എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഫെവിക്കോൾ ഉണ്ടാവുമല്ലോ വീട്ടിൽ, അപ്പോൾ ഫെവിക്കോൾ എടുക്കുക, അതിൽ ഏകദേശം പകുതിയോളം വെള്ളം മിക്സ് ചെയ്യുക, എന്നിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ ഇതുപോലെ അടിച്ചു കൊടുക്കുക. ഇതേ ഫിനിഷിങ് തന്നെ നമുക്ക് അതിലും കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. എന്തായാലും എല്ലാം ട്രൈ ചെയ്ത് നോക്കിയോ. അപ്പോൾ ഇത് ചെയ്യുമ്പോഴുള്ള വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഫിനിഷിങ്ങിൻ്റെ ഒപ്പം തന്നെ നല്ല വൃത്തിയായിട്ട് ഒട്ടിക്കിട്ടും കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഭാഗത്ത് ഒട്ടാതിരിക്കുന്നെങ്കിൽ അതുകൂടെ നല്ല വൃത്തിയായിട്ടൊന്ന് ഒട്ടിക്കിട്ടും. നമുക്ക് നന്നായിട്ട് ഒരു 2 കോട്ട് അടിച്ചിട്ട് കാണാം. അങ്ങനെ ഒരു 2 കോട്ടിന് ശേഷം കണ്ടോ ഗൈസ്, നല്ല പൊളിയായിട്ടില്ലേ കാണാൻ. ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും സൂപ്പർ ആയിട്ടോ, കാരണം ആ ഒരു ഫിനിഷിംഗ് ഒക്കെ ഉഷാറായിട്ടുണ്ട്. നമ്മൾ ആ ഒരു വാർണിഷ് അടിച്ചപ്പോഴാണ് നല്ല കിഡിലും ഫിനിഷിംഗ് വന്നത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വാർണിഷ് ഇല്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ ഫെവിക്കോൾ ഉണ്ടെങ്കിൽ ഫെവിക്കോൾ എടുക്കുക, കുറച്ച് വെള്ളം മിക്സ് ചെയ്യുക, എന്നിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കുക, നല്ലൊരു ഫിനിഷിംഗ് തന്നെ കിട്ടും. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡ് നമ്മൾ വീണ്ടും കിട്ടില്ലെങ്കിൽ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുമായിരിക്കും. ബൈ ബൈ.